guys, it's me SDK. It's me Adarsh From Amazon Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? മക്കളെ, നമ്മൾ എന്തുണ്ടല്ലോ, നമ്മൾ നാളെ എക്സാമിന് പോവാണ്. അപ്പൊ ഇന്ന് എന്റെ കുട്ടികൾക്ക് എന്താ വേണം സാർ? നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മളൊരു മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ്. മൂന്ന് സെറ്റ് തരുന്നുണ്ട്. അതായത് ABC എന്ന് പറഞ്ഞ 3 സെറ്റിന്റെ വീഡിയോ. ഈ 3 സെറ്റിന്റെ വീഡിയോസ് കണ്ട നാളത്തെ എക്സാമിന് വരുന്ന ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും ചോദിക്കുക. കാരണം അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതൊന്നും പറയാനില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സമയം കളയുന്നില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ആദ്യത്തെ 8 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കാ. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ 2 പാർട്സ് ഓഫ് ഐറ്റം എ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഓഫ് ഐറ്റം ബി അക്കോർഡിംഗ്ലി. അതായത് എയിലുള്ള ബന്ധം നോക്കിയിട്ട് ബിയിലുള്ളതിൽ ചേർന്നത് എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക എന്നുള്ളതാണ്. എയിൽ കൊടുത്തിട്ട് ഗത്താമലാത്ത അല്ലേ, അതായത് ഡൊണാൾഡോ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഗത്താമലാത്ത വർക്ക് ഉണ്ടാക്കിയ ഡൊണാൾഡോ ആണ്. ബിയിൽ പിയത്താന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പിയത്ത എന്ന് പറയുന്ന വർക്ക് ചെയ്തത് ആരാന്നാണോ ചോദിക്കുന്നത്. ഓപ്ഷൻ ABCD ഒക്കെ ഉണ്ട്. ഏതൊക്കെ? ലിയോനാർഡോ ഡാ വിഞ്ചി, റാഫേൽ, മൈക്കൽ ആഞ്ചലോ, ഡിഷ്. ഞാൻ പറഞ്ഞു കൊടുത്തിന് മൈക്കൽ ആഞ്ചലിന്റെ വർക്ക് പഠിക്കാനുള്ള ട്രിക്ക് ഡാ പി എന്നാണ്. ഡാ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ഡാവിഡ്, ദാവീദ് എന്ന് പറഞ്ഞ വർക്ക്. പി എന്ന് പറഞ്ഞാൽ പിയത്താണ്. അപ്പൊ ഇവിടെ പിയത്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ അത് രചിച്ചതാരാണ്? മൈക്ക അല്ലെ. മൈക്കമലാണ് ഡെപ്പിളുടെ പറഞ്ഞപ്പോ മൈക്കൽ ആഞ്ചലോ. സിമ്പിൾ ആയിട്ട് എന്റെ കുട്ടികൾക്ക് എന്തോ കോഡ് പഠിച്ചാൽ സാധനം സെറ്റാ, പാളി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പറയാ സാറേ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് സംബന്ധിച്ചാൽ ഐഡന്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ ആൻഡ് മാച്ച് ദം അക്കോർഡിംഗ്ലി എന്നാണ്. അതായത് താഴെ കുറെ ഹിൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, കുറെ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അത് എവിടെയാണ്, എന്താണ് എന്നുള്ള കാലാവസ്ഥ മേഖല ഏതാണെന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുക. നമ്മളിത് 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. 2nd ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അത് കൊടുത്തിട്ടുള്ള ഒന്നാമത് എന്താ, ഈ കോണിഫറൻസ് മരങ്ങളൊക്കെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ അതാണ് അല്ലെ. സ്തൂപിക വൃക്ഷങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ അതാണ് എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വേനൽക്കാലത്ത് മാത്രമായി സസ്യങ്ങൾ വളരുന്നത് അല്ലെ. പ്ലാന്റ്സ് ഗ്രോ ഓൺലി ഇൻ സമ്മറിൽ മാത്രം വളരുന്ന സ്ഥലം. പിന്നെ എന്താ, ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ട അർസ്യവുമായി ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അവിടെ എന്താ അവസ്ഥ? ഹ്യൂമിഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള സമ്മറാണ് കിട്ടുക. അതേപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടും ഷോർട്ട് ആയിട്ടുള്ള വിന്റർ സീസണാണ് ഉണ്ടാവുക. പിന്നെ എന്താ, വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അല്ലെ. ഡ്രൈ ആയിട്ടുള്ള സമ്മറും അതുപോലെ തന്നെ എന്താണ്, ഹ്യൂമിഡ് ആയിട്ടുള്ള വിന്റർ സീസണും പറയുന്ന സ്ഥലങ്ങൾ. അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട് ടണ്ട്ര, മെഡിറ്ററേനിയൻ, ടൈഗ, മൺസൂൺ കാലാവസ്ഥ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് താഴെ എന്നിട്ട് വേറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം. അത് അങ്ങനെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഒന്നിന് ഏതാണ് ഇവിടെയുള്ള ഓപ്ഷൻ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഏതായിരിക്കും നിങ്ങൾ നോക്കി വെക്കുക. ഒറ്റ ഒന്ന് കിട്ടിയാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് കിട്ടും. അതായത് ഒന്നാമത്തത് ABCഡിൽ എഴുതുക. അതിൽ ഒന്ന് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാര്യം എന്താ, അങ്ങനെ അത് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ. ഒന്നാമതാ I കൊടുത്ത് നോക്കുക. അത് സ്തൂപിയ വൃക്ഷങ്ങൾ, കോണിഫറൻസ് അല്ലേ. കോണിഫറൻസ് വരുന്ന എവിടെയാണ്? നമ്മുടെ ടൈഗയിലാണ്. അത് മാത്രം കിട്ടിയാൽ തന്നെ ഇവിടെ നോക്കിയത് IC എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. IC അങ്ങ് അത് മാത്രം നോക്കിയത് 2A അതാണ് ശരി. 2ഉം Aയും ടണ്ട്ര മേഖലയാണ്. മൂന്നാമത് എന്താണ്? D ആണ് വരെ. വരണ്ട വേനൽക്കാലം. ബാക്കിയുള്ള ഫുൾ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ് അല്ലേ. ഇനി അടുത്ത് നോക്കിയും പാക്കണം. ഇതും സാറുമായി ബന്ധപ്പെട്ട ചോദ്യം, ജോഗ്രഫി തന്നെ കേട്ടോ സാർ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ചോദ്യമാണ്. സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ ചൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഒരു എക്കണോമിക് ഗോൾ ആയിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യം ഏതാണെന്നുള്ള കണ്ടെത്തേണ്ടത്. അതിൽ ഏതായിരിക്കും? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് കൊടുത്തിട്ടില്ലേ, അത് തന്നെയാണ്. ബാക്കിയൊന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണെങ്കിലും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അല്ലേ. ഏറ്റവും സാമ്പത്തിക ലക്ഷ്യം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതെന്താണ്? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയാണ്. അതാണ് സാമ്പത്തികപരമായിട്ട് വരുന്നൊരു കാര്യം, എക്കണോമിക്കലായിട്ട് വരുന്നൊരു കാര്യം. അഫോർഡബിൾ ആണ്. ബാക്കിയല്ല നോ പോവർട്ടി എന്ന് പറഞ്ഞാൽ സോഷ്യലായി, അതൊരു സാമൂഹ്യപരമായിട്ടുള്ള കാര്യമായി. ഇത് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുമ്പോൾ അത് എക്കണോമിക്കൽ ആയിട്ടുള്ള സാധനമായി. അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരിക. താങ്ങാവുന്ന ശുദ്ധമായിട്ടുള്ള ഊർജ്ജം. ഇതേപോലെ തന്നെ കോറിയോലിസ് ലോയുമായി ബന്ധപ്പെട്ട ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ഇൻ ദ കോറിയോലിസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റേതാ ശരിയേതാന്ന് എഴുതാം. പഠിച്ച ഒരു മനുഷ്യനെ കറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഇവരത് 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ കോറിയോലിസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരാർദ്ധ പോലത്തെ കാറ്റുകൾ സഞ്ചാരിച്ച് വലത്തോട്ട് വ്യതിചലിക്കുന്നു അല്ലെ. അതായത് റൈറ്റിലേക്കാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ റൈറ്റിലേക്കാണ്. ശരിയാണ്. ഇനി എന്താ, വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കിടം കാറ്റുകൾ വീശുന്നു. ദ ട്രേഡ് വിൻസ് ബ്ലോ ദ നോർത്ത് വെസ്റ്റ് വിൻസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും ശരിയാണ്. അടുത്തത് വാണിജ്യവാദങ്ങൾ ദ ട്രേഡ് വിൻസ് ബ്ലോ എ സൗത്ത് വെസ്റ്റ് വിൻസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അത് മാത്രം എന്താണ് ഇതിൽ തെറ്റായിട്ട് വരുന്നതാണ്. അപ്പൊ 1, 2 ശരിയാണ്, 3 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ശരിയാകാരല്ലേ.
ഓപ്ഷൻ Yes, എ. A. യെസ്, ഓപ്ഷൻ എ വെട്ടി. ഞാൻ അടുത്ത് നോക്കി ഫൈൻഡ് ഔട്ട് ദ ട്രൂ ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, പ്രസ്താവനകളിൽ ശരിയും തെറ്റും ഏതെന്ന് കണ്ടെത്തി Yes. എഴുതാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആ. ഇവിടെ നോക്കിയും സുഭാഷ് ചന്ദ്ര ബോസ് പ്രിസൈഡഡ് ഓവർ ദ ലാഹോർ കോൺഗ്രസ്. ലാഹോർ കോൺഗ്രസിന് അധ്യക്ഷ വഹിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. അത് തെറ്റാണ്. 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 അപ്പൊ ഒന്നാമത്തെ തെറ്റാണെന്നാണ് സാർ അവിടെ എഴുതി കൊടുത്തു കേട്ടോ സാറേ. രണ്ടാമത്തത് CR ദാസും മോത്തിലാൽ നെഹ്റുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് അല്ലേ. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ബൈ CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. അത് ശരിയാണ്. അപ്പൊ ഒന്ന് തെറ്റ്, രണ്ട് ശരി. ഇനി അടുത്ത് ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എന്താണ് പറഞ്ഞത്, ചിറ്റുപാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഭരണകൂടം നിലവിൽ വന്നു എന്നുള്ളത് കിട്ടിയോ. അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വത്തിൽ ചിറ്റുപാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഭരണം നിലവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. അവിടെ എന്റെ മക്കൾ എന്ത് ചെയ്യണം അറിയാം. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാറേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തുടക്കം കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നോക്കി നമ്മൾ ഒന്ന് തെറ്റ് എന്നാ പറയുന്നത്, രണ്ട് നമ്മൾ എന്തിട്ടു, ശരി ഇട്ടു അല്ലേ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്തത്. യെസ്. മൂന്ന് എന്റെ അഭിപ്രായത്തിൽ എന്താണ്, തെറ്റാണ്. ഇനി അടുത്ത ഏതാണുള്ളത് പറഞ്ഞാണ് നാലാമത്താണ്. 1946 ഫെബ്രുവരി 18 റോയൽ ഇന്ത്യൻ നേവി കലാപം ആരംഭിച്ചു. അത് കറക്റ്റ് ആണ്. റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി വന്നത് 1946 ഫെബ്രുവരി 18 തന്നെയാണ്. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. 1 3 തെറ്റ്, 2 4 ശരി. കിട്ടിയോ? ഇവിടെ നോക്കി ഓപ്ഷൻ നോക്കണേ, 2 4 ശരി കണ്ടോ. 1 3 തെറ്റ്, അഞ്ചാമത്തെ കിട്ടിയോ. നമുക്ക് കേൾക്കാത്ത പേരുകളൊക്കെ വരുമ്പോ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ചിറ്റുപാണ്ഡ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് വലിച്ചെറിഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ അതിലേക്കൊന്നും കൂടുതൽ എന്ത് ചെയ്യണ്ട, കടക്കേണ്ട ആവശ്യമില്ല. കിട്ടിയോ? യെസ്. നോക്കി ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് അണ്ടർ വിച്ച് ലോ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണം പ്രത്യേക നീതിന്യായ സംവിധാനം സ്ഥാപിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അവിടെ കുറെ നിയമം കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090 എന്തൊക്കെയാണ്, 2019. അതെ 2019. പിന്നെ 2006 വരുന്നുണ്ട്. അത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ്. അതല്ല എന്തായാലും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി അതുമല്ല. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090 എന്ന് പറയുന്നത് അതിനൊന്നുകൂടി എന്ത് ചെയ്താണ്, പുതുക്കിയ ഒരു സാധനം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഞാൻ അടുത്ത് നോക്കി കോളത്തിൽ നിന്ന് തന്നിട്ടുള്ളത് അനുയോജ്യമായത് എവിടെ നിന്ന് എടുത്തു. ഇങ്ങനെ കോപ്പി അടിക്കാൻ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മക്കളെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ, രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ടാവും, ഓരോരോ എഗ്രിമെന്റും അതുപോലെ തന്നെ അത് നടത്തിയിട്ടുള്ള അതിന്റെ ഇടപെടലുകൾ, സംഘടനകൾ, അതെന്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്, ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് എന്ത് മാറ്റാണ് കൊണ്ടുവന്നത്, അല്ല എന്താണ് കൊണ്ടുവന്നുള്ളതിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചാൽ ഇത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏഴാമത്തത് ഡി ആണ് വരുന്നത് അല്ലെ. ഡി ആണ് വരുന്നത്. എ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. എ 4 ആണ് അല്ലെ, ഓർഗനൈസ് വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ്. ബി എത്രയാണ്, 3 ആണ് വരുന്നത്. പിന്നെ എത്രയാണ് നമ്മുടെ സി എന്ന് പറയുന്നത്, എർത്ത് സമ്മിറ്റ്. സി എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. പ്രിപ്പയർഡ് അജണ്ട 21 അജണ്ടകൾ ഉണ്ടാക്കി. അത് ഈ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യും. ഞാൻ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മണ്ഡൽ കമ്മീഷൻ എമംഗ് ദ ഫോളോവിങ്. തന്നിട്ടുള്ളവയിൽ മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തിയതാണ് പറഞ്ഞിട്ടുള്ളത്. 1 അപ്പോയിന്റ് ടു സ്റ്റഡി സോഷ്യൽ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ഓഫ് ദ OBC കമ്മീഷൻ. OBC വിഭാഗങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെ പഠിക്കുന്നതിനായി നിയമിക്കപ്പെട്ടു. ശരിയാണത്. ശരിയാണ്. ആൾസോ നോൺ ആസ് ദ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. അതും ശരിയാണ്. രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. അടുത്ത് നോക്കി റെക്കമെൻഡ് 50%. പിന്നെ അതിന് മതിയല്ലോ, 50% സമ്പന്ന. അതായത് 100 ആൾക്കാർ ജോലിക്കാരാണ്, 50 ആൾക്കാർ OBC. അതുണ്ടാവില്ല, അത് തെറ്റാണ്. കിട്ടിയോ? പിന്നെ ഹെഡഡ് ബൈ BP മണ്ഡൽ. BP മണ്ഡൽ എന്ത് ചെയ്തു, ഹെഡ് ചെയ്ത്. ആൾമോസ്റ്റ് സത്യം തന്നെയാണ്, കാരണം അതുകൊണ്ടാണല്ലോ പേരിന് മണ്ഡൽ കമ്മീഷൻ എന്ന് വന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 1 2 4 ശരി. കിട്ടിയോ? അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ. 1 2 4 ആർ റിലേറ്റഡ്. കറക്റ്റ് ആണ്. റിലേറ്റഡ് ആണോ റിലേറ്റഡ് അല്ലേ എന്നുള്ള ചോദ്യം, അതാണ് ചോദ്യം. അപ്പൊ എന്നാലും നമുക്ക് കറക്റ്റ് ആണ്, ശരിയാണെങ്കിൽ നമുക്ക് ഒന്ന് പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇങ്ങോട്ടൊക്കെ നമുക്ക് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്? 2 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 15 2 or more sentences each carry. അപ്പൊ എല്ലാത്തിനും എഴുതണം, ഒത്തിരി എഴുതണം. അപ്പൊ നോക്കി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോമൺ സെൻസ് നോളേജ് ആസ് എ സവർ ലിമിറ്റേഷൻ ഇൻ അനലൈസിംഗ്
പേഴ്സണൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലം അല്ലേ സബ്സ്റ്റൻഡ് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനത്തിന് നിരവധി പരിമിതികളുണ്ട്. പ്രസ്താവന സാധൂകരിക്കുക. ശരിയാ, ഒരുപാട് പരിമിതികളുണ്ട്. കാരണം കോമൺ സെൻസ് നോളജ് ആണ് ഒരു കാര്യത്തെ കുറിച്ച് പാർഷ്യലിയാണ് പഠിക്കുന്നത്, ഭാഗികമായിട്ടേ പഠിക്കുന്നുള്ളൂ. നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയമായി പഠിച്ചതല്ല. അതതിന്റെ മക്കൾ കോമൺ സെൻസ് നോളജിന്റെ ലിമിറ്റേഷൻ പഠിച്ചുക്കോലോ, പരിമിതികൾ പഠിച്ചുക്കോലോ. ആ പരിമിതികളിൽ ഒരു 3 എണ്ണോ 4 എണ്ണം എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി, മാർക്കായി. 2 എണ്ണം എഴുതിയാൽ എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഫോസിൽ ഫ്യൂൽസിനെ കുറിച്ച്. പത്താമത്തെ ക്വസ്റ്റ്യൻ. Characteristics of major fossil fuels are given below. Identify the fuel and elucidate the uses ഇല്ലേ? അതായത് ഒരു പ്രധാന ഫോസിൽ ഇന്ധനത്തിന്റെ സവിശേഷതയാണ് ചൂട് നൽകിയത്. ഇന്ധനം ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ഉപയോഗം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒറിജിനേറ്റ് ഫ്രം പ്ലാന്റ് റിമൈൻസ്, എന്താ സസ്യാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു. ഉയർന്ന കാർബണിക സ്വഭാവം ഉണ്ടാവും. ഫൗണ്ട് ഐദർ ഇൻ ബ്ലാക്ക് ഓർ ബ്രൗൺ കളർ അല്ലെ, കറുപ്പോ തവിട്ട് നിറത്തിലോ കാണപ്പെടും എന്നുള്ളതാണ്. ഇത് നമ്മൾ പൊതുവെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് കാർബണിക അംശമൊക്കെ ഉള്ളത് ഏതാണ് ഏറ്റവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് തന്നെ മറ്റൊരു തരത്തിലുള്ളൊരു സാധനം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ കാലങ്ങൾ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ തീവണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം അറിയോ, കൽക്കരി അല്ലെ. കോളാണ് ഇതിന്റെ ആൻസർ വരിക, ഇതിന്റെ ആൻസർ വരിക. ഇതിൽ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, കാർബൺ കൂടുതലുണ്ട് എന്ന് ആലോചിച്ചാൽ എന്തായിരിക്കും, കൽക്കരി ആയിരിക്കും. അത് കറുത്തിട്ടല്ലേ നിങ്ങൾ ആലോചിച്ചു, ഒന്ന് കറുത്തൊരു കരിക്കട്ട പോലത്തെ സാധനമാണ് എന്ത്, കൽക്കരി. കമ്പയർ മെർച്ചന്റ് ക്യാപിറ്റലിസം വിത്ത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. മെർച്ചന്റ് ക്യാപിറ്റലിസവും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ത് ചെയ്യുക, പരസ്പരം വിശദീകരിക്കുക. മകളെ സിമ്പിൾ ആണ്. കച്ചവട മുതലാളിത്തം എന്താ, വ്യാവസായിക മുതലാളിത്തം എന്താ, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ ട്രേഡ്. ചില ആൾക്കാർ കച്ചവടത്തിൽ ഏർപ്പെടും ആൻഡ് ബിക്കം വെൽത്തി, നല്ല പൈസക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേരെന്താ, മുതലാളിമാർ. അപ്പൊ കച്ചവടം ചെയ്ത് മുതലാളിയായിട്ടുള്ള ആൾക്കാർ വിളിക്കുന്ന പേരാണ് എന്ത്, കച്ചവട മുതലാളിമാർ, മെർച്ചന്റ് ക്യാപിറ്റലിസ്റ്റ്. ചില ആൾക്കാർ കിട്ടിയ ക്യാഷ് വല്ല ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങും. അപ്പൊ അതിന്റെ ഓണേഴ്സ് ആയിട്ട് നല്ല പൈസ കിട്ടും ഇല്ലേ. അപ്പൊ വ്യവസായം തുടങ്ങിയാണ് ഓൽക്ക് മുതൽ സമ്പത്ത് കിട്ടിയത്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യാവസായിക മുതലാളിത്തം. അത് ഓൾറെഡി സിമ്പിൾ ആയിട്ട് പഠിച്ചതാണ്, അതിലേക്കൊന്നും സാർ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് എൻ്റെ കുട്ടിയൊക്കെ 2 മാർക്കിന് എഴുതാൻ കഴിയും. മാർക്ക് നോക്കിയിട്ട് ആൻസർ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അല്ല നന്നായിട്ടുണ്ട്, എനിക്കൊക്കെ അറിയാനായിട്ട് എഴുതാൻ നിൽക്കരുത്. അടുത്ത വാട്ട് ഈസ് നിർഭയ മൂവ്മെന്റ്, മെൻഷൻ ദ മെയിൻ ഡിമാൻഡ്സ് പുട്ട് ഫോർവേഡ് ബൈ ദിസ് മൂവ്മെന്റ്. എന്താണ് നിർഭയ പ്രസ്ഥാനം? ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിർഭയ പ്രസ്ഥാനം നമുക്ക് അറിയാം. 2012 ഡൽഹിയിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു, പീഡിപ്പിച്ചു കൊന്നു അല്ലേ. അതിനെതിരെ നമ്മുടെ നാട്ടിൽ നടന്നൊരു സമരമാണ് നിർഭയ പ്രസ്ഥാനം. ഒരു പറഞ്ഞു സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ, സ്ത്രീകളെ സംരക്ഷിക്കണം, സ്ത്രീകൾക്കായിട്ട് നിയമം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിർഭയ പ്രസ്ഥാനം എന്താന്നുള്ള 2 വാക്കിൽ ചുരുക്കി എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ പറയാനില്ല. കിട്ടിയോ? യെസ്. ഓക്കെ, അടുത്തത് കൺസർവേഷൻ അല്ലെ, നമ്മളെ എനർജി കൺസർവേഷനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചത്. ആസ് എ സ്റ്റുഡന്റ് റൈറ്റ് ഡൗൺ ദ സജഷൻ യു ക്യാൻ ഗിവ് ഫോർ ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ് മക്കളെ. അത് നിങ്ങൾക്ക് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചില്ലേ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെ വിഭവങ്ങൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അത് ഓൾറെഡി എങ്ങനെയാണ് ഈ റിസോഴ്സ് നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മലിനീകരണം തടയുക. പിന്നെ സാറേ പറഞ്ഞത് ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് പ്ലാസ്റ്റിക്. നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ സാധനമാണ് പ്ലാസ്റ്റിക്. നമ്മളെ പരിസ്ഥിതി നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ തന്നെ അവിടെ എഴുതി. പിന്നെ എഴുതേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ടും ഈ പെട്രോളിയം സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, അതിന്റെ ഉപയോഗം നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്തുകൊണ്ട് മറ്റ്, അതായത് പുനരുപയോഗിക്കാൻ പറ്റുന്ന സോളാർ എനർജി പോലുള്ള സാധനങ്ങൾ, വിൻഡ് അല്ലെ, തിരമാല, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് അവിടെ എഴുതാം. സിമ്പിൾ ആണ്. അതായത് പെട്രോളും ഡീസലും ഒന്നും ഉപയോഗിക്കണ്ട അല്ലേ, തീർന്നു പോകും. ഓക്കെ, അടുത്ത നോക്കി പിഷ്കത്തറ കാണിക്കണം. അടുത്ത നോക്കി ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതായത് റൈറ്റ് എന്ത് വയ്ക്കുക, എലൂക്കിഡേറ്റ് അല്ലേ. എന്താണ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ, കാണുന്നില്ല അതുകൊണ്ടാണ്. ഏർലി സ്ട്രഗിൾസ് പാർട്ടിസിപ്പേറ്റഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ആദ്യകാല സമരങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഗാന്ധിയുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടമാവാൻ തുടങ്ങി. അതേപോലെ ഗാന്ധിയുടെ നോൺ വയലൻസ് അങ്ങനത്തെ. പിന്നെ ഗാന്ധിയാണ് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സമരങ്ങൾ നടത്താൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതാൻ പറ്റും. 14ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ മക്കളെ ശ്രദ്ധിച്ച കഴിയും ഉണ്ടോ. സ്ട്രഗിൾ ഫോർ പെസൻസ് ആൻഡ് ലാബേഴ്സ്. ആദ്യകാല സമരങ്ങൾ കർഷകർക്കും
തൊഴിലാളികൾക്കാണ്. നീലം കർഷകര്, തുണിമിൽ തൊഴിലാളികളൊക്കെ പറഞ്ഞു. റീജിയണൽ സ്ട്രഗിൾസ് ആണ്, പ്രാദേശിക സമരങ്ങളാണ്. ആണ്ടോ ഫെമിലറൈസ്ഡ് ഗാന്ധിജി സത്യാഗ്രഹ ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. അതെ അതെ, അഹിംസയിൽ ഊന്നിയ സമരാണ്. കിട്ടിയോ? അതാണ്. അതും എങ്ങനെ, എന്തിലും അഹിംസയിൽ ഊന്നിയ എന്ത് സത്യാഗ്രഹ സമരീതിയാണ് ആര് മുന്നോട്ട് വെച്ചത്? ഗാന്ധിജി മുന്നോട്ട് വെച്ചതെന്ന് മാത്രം ചെയ്താൽ മതി, അവിടെ ഇത് കൊടുത്താൽ മതി. കിട്ടിയോ? ഇങ്ങോട്ട് ഓ ഭൂകമ്പം. അടുത്ത് വാട്ട് ഈസ് മീൻ ബൈ ദ ഫോക്കസ് ഓഫ് എൻ എർത്ത്ക്വേക്ക് അല്ലേ? അതുപോലെ തന്നെ നെയിം ദ പോയിന്റ് ഓഫ് എർത്ത് സർഫേസ് ദാറ്റ് ലൈസ് ക്ലോസസ്റ്റ് ടു ദ ഫോക്കസ്. അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആ ചിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പറ്റും. അതായത് എന്താണ് ഫോക്കസ്, അതിന്റെ മുകളിലുള്ള ഏറ്റവും, അതായത് സർഫേസിന്റെ മേഖല, അതായത് ഭൗമോപരിതലത്തിന്റെ അവിടെയുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റിനെ എന്ത് വിളിക്കുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ഫോക്കസ് എന്ന് പറയുന്നത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. അത് ഇങ്ങനെ ഈ തരംഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ്, മണ്ണിന്റെ അടിയിലുള്ള ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് മുകളിലെ പോയിന്റ് നമ്മൾ എപ്പിസെന്റർ എന്നാണ് പറയാ. എപ്പിസെന്ററിലേക്ക് എത്തും. ആദ്യമായിട്ട് അവനടുത്ത് എത്തുന്ന സ്ഥലമാണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, the point inside the earth was which energy is released called focus. ഹൈപ്പോസെന്റർ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്റർ എന്ന് വിളിക്കുക. ഇതിനെ പ്രഭവ കേന്ദ്രം എന്നാണ് പറയട്ടോ മലയാളത്തില്. ഇനി അതേ സമയത്ത് സർഫേസ്, നമ്മളെ ഭൂമിയുടെ സർഫേസ്, ഭൗമോപരിതലുള്ള കേന്ദ്രത്തെ നമ്മൾ അതികേന്ദ്രം അല്ലെങ്കിൽ എപ്പിസെന്റർ എന്ന് വിളിക്കുന്നു. ഇതേ ഉള്ളൂ. സംഭവം പഠിച്ചാൽ മതി, ആ ചിത്രം പഠിച്ചാൽ മതി, സംഭവം സിമ്പിൾ. ഇതും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് രാഹുൽ. ഇത് നൈസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കൺസ്യൂമർ റൈറ്റ്സിന്റെ പാടത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സംഭവം എന്ന് വെച്ചാൽ രാഹുലിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്ന ഒരു സൈക്കിൾ വാങ്ങി. ഞാൻ ഇത് മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഞാൻ അതിന്റെ ഒരു കണ്ടന്റ് പറഞ്ഞുതരാം. രാഹുലിന്റെ അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് കേടായിപ്പോയി, പെട്ടെന്ന് കേടായിപ്പോയി. വാങ്ങിയ സമയത്ത് തന്നെ കേടായിപ്പോയി. അപ്പോൾ പീഡിയക്കാരനെ സമ്മതിച്ചു. എന്ത് ചെയ്തു? കടക്കാരൻ്റെ അടുത്ത് പോയി ഇത് കേടായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ പീഡിയക്കാരൻ എന്ത് ചെയ്തില്ല? കടക്കാരൻ സമ്മതിച്ചില്ല. അതായത് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഭയങ്കര പ്രശ്നമാക്കി. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാനുള്ള ഒരു സ്ഥലത്തുള്ള സാധനങ്ങൾ ആരും പ്രൊവൈഡ് ചെയ്തില്ല, ഈ കടക്കാരൊന്നും ചെയ്തില്ല. പുതിയ സൈക്കിളാണ്. അപ്പോൾ ഒരു ഉപഭോക്തൃ നിലയിൽ രാഹുലിന്റെ അച്ഛൻ എന്താണ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് പരാതി കൊടുക്കുക? ഇതിനെന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുക? ഇതാണ് ചോദിച്ചത്. സംഭവം സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? നമുക്ക് ഒന്നെങ്കിൽ കൺസ്യൂമർ കോർട്ട് പോയിട്ട് പരാതി കൊടുക്കാം. കൺസ്യൂമർ കോർട്ട്. ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് കുറെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെ കയ്യിൽ ബില്ല് ഉണ്ടാവൂലേ? ആ ബില്ല് എടുക്കുക, ഒരു വെള്ള കടലാസ് എടുക്കുക, അതിലെന്ത് ചെയ്യുക? പരാതി എഴുതുക, കൊടുക്കുക. സംഭവം സിമ്പിൾ. എവിഡൻസും പ്ലസ് ഒരു വെള്ള കടലാസ് പരാതി എഴുതിയാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻസർ ആണെങ്കിൽ നോക്കിക്കോട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഇറ്റ് വാസ് ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് ദാറ്റ് മെയ്ഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോസിബിൾ ഇൻ ഇംഗ്ലണ്ട്. എന്താണ്? സബ്സ്റ്റാൻഷിയേറ്റ്സ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് സമ്പത്തിന്റെ ശരിയായ വിനിയോഗമാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം സാധ്യമാക്കിയത്. പ്രസ്താവന സാധൂകരിക്കുക. ശരിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓ യെസ്, ഇറ്റ് ഈസ് റൈറ്റ്. അത് പറഞ്ഞത് എന്താണ്? ശരിയാ. എന്നിട്ട് എന്താണ് വ്യാവസായിക വിപ്ലവം എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുക. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. കുറേ വെൽത്ത് ഉണ്ടായിരുന്നു, അതൊക്കെ ഫാക്ടറിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ വ്യവസായശാലകൾ ഉയർന്നു വന്നു, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, മെഷീൻസ് ആണ് ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് അത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ്. അടുത്ത നോക്കി സാറേ, സം ഫാക്ടേഴ്സ് എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ആർ ഗിവൺ ബിലോ. മെൻഷൻ ദ റീസൺ ഫോർ ദ. നമ്മുടെ മൂന്നാം ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വറ്റോറിയൽ ക്ലൈമാറ്റ് റീജിയന്റെ ടൻഡ്ര റീജിയന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ വരുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ടൻഡ്ര റീജിയന്റെ കുറച്ച് സവിശേഷത ആയി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം ഏത്, റീസൺ ഏതാനാ പറഞ്ഞുള്ളത്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഓരോ റീസൺ എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇപ്പൊ വിന്റർ ഈസ് നോട്ട് ജനറലി എക്സ്പീരിയൻസ്. പൊതുവെ ശൈത്യകാലം അവിടെ ഇല്ല. എന്തുകൊണ്ടാ? അവിടെ എല്ലാ സമയവും എന്താണ്? വെയിലും മഴയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞാണ് അല്ലേ? എല്ലാ സമയം എന്താണ്? നല്ല റെയിൻഫാളും കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ്. സൺലൈറ്റ് നല്ലപോലെ കിട്ടുന്ന സ്ഥലമാണ്. അതാണ് ഒരു റീസൺ. കൺവെൻഷണൽ റെയിൻഫാൾ ഒക്കേഴ്സ് ക്വൈറ്റ് ഓഫൻ ദ ആഫ്റ്റർനൂൺ. അതായത് ഉച്ച കഴിഞ്ഞ സമയത്ത് സംവഹന മഴ കിട്ടുന്നു. എന്താ കാര്യം? രാവിലെ നല്ല സൺലൈറ്റ് വെർട്ടിക്കലി ഫാൾ ചെയ്യുന്നുണ്ട്. ലംബദിശയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രദേശത്ത് നല്ല പോലെ വെയിലടിക്കുന്നുണ്ട്, സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല പോലെ ബാഷ്പീകരണം നടക്കുന്നു, ഇവാപറേഷൻ നടക്കുന്നു. അതുകൊണ്ട് ഉച്ചക്കേഷം എന്ത് ചെയ്യുന്നു? നല്ല പോലെ മഴ ഉണ്ടാവും. ഇത് കൊല്ലം മുഴുവൻ ഉണ്ടാവും. നമുക്ക് സിമ്പിൾ. നമ്മുടെ നാട്ടിലും ചില സമയത്തൊക്കെ നല്ല നട്ടുച്ച വെയിലുള്ള സമയത്ത് ഉച്ചക്കേഷം ഇത് തന്നെ കൺവെൻഷണൽ റെയിൻഫാൾ. 4 മണി മഴ എന്നൊക്കെ പറയുന്നത്. ദ ഫ്ലോറ ത്രൈവ്സ് അബൻഡന്റ്ലി. സസ്യജാലങ്ങൾ സമൃദ്ധമായി വളരുന്നു. സസ്യങ്ങൾ വളരെ എന്താ വേണ്ടേ? നല്ല സൂര്യപ്രകാശം, നല്ല മഴ. അത് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സിമ്പിൾ സാധനം. നോക്കി അടുത്ത നോക്കിയ ട്രൈബൽ സൊസൈറ്റി ഇൻ ഇന്ത്യ ഓർഗനൈസ്ഡ് നമ്പർ ഓഫ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് ഒപ്രഷൻ ആൻഡ് ഫൗട്ട് ഫോർ ജസ്റ്റിസ്. അല്ലേ? എക്സാമിൻ ദ റെലവൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ മെയിൻ റെസിസ്റ്റൻസ് റൈസ്ഡ് ബൈ ദം. അല്ലേ? നമ്മൾ ഇന്ത്യയിൽ ഗോത്ര വിഭാഗം ആദിവാസികൾ എന്ത് ചെയ്യുന്നുണ്ട്? അസമത്വത്തിനും അടിച്ചമർത്തുന്നതിനും എതിരെ അല്ലേ നിരവധി പ്രതിഷേധങ്ങളൊക്കെ നയിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലേ? ഇവിടെ നോക്കി എന്നിട്ട് പറയണെന്ത്? അല്ലേ? ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങൾ ഇവർ നടത്തിയ പ്രധാന
പ്രധാന പ്രതിരോധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവന എന്ത് ചെയ്യുക, പരിശോധിക്കാന്ന് പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ ആദിവാസികൾ നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങൾ നമ്മൾ പറയുന്നത് മുണ്ട കലാപം, ബിർസ കലാപം. അതിൽ ബിർസ മുണ്ടയാണ് നേതൃത്വം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബിർസ റബല്യൻ എന്ന് പറഞ്ഞാൽ മതി. ബിർസ റബല്യൻ മുണ്ട റബല്യൻ എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്താ, ബിർസ മുണ്ടയാണ് നേതാവ്. ആ ലെവലിൽ എന്ത് ചെയ്താൽ മതി, അത് പറയാൻ പറ്റും അല്ലേ. ഇതേപോലെ തന്നെ നമുക്കറിയാം കുറിച്ച റിവോൾട്ട്, സാന്താൾ റിവോൾട്ട്, സാന്താൾ കലാപൊക്കെ ബുക്കിൽ 3 പോയിന്റ് അതേപോലെ എന്തിട്ടുണ്ട് വരച്ച് റീസൺ കാരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഇന്റെ മക്കൾ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ അടുത്ത് നോക്കി, അനലൈസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്താൻ ഭാഷയുടെ പങ്ക് എന്താ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഭാഷ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ മാത്രമുള്ളതല്ല അല്ലെ, ഒരു വ്യക്തിയുടെ സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രധാനമായിട്ട് ഇന്ത്യയിൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, മോർ ദാൻ അതർ ലാംഗ്വേജ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് ഇസ് നോട്ട് ഓൺലി യൂസ്ഡ് ഫോർ ഓൺലി കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന് മാത്രമല്ല എന്ത് ഉപയോഗിക്കുന്നത്, പല കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. കിട്ടിയോ? ഇനി ഇങ്ങോട്ട് നോക്കി സാറേ, നമ്മൾ ആ ഡെപ്പോസിറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താണ് സിമ്പിൾ ആയിട്ട്. ഇത് വാണിജ്യ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് 2 ധർമ്മങ്ങളുണ്ട് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. എക്സ്പ്ലെയിൻ ഹൗ ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ് ഇൻഫ്ലുവൻസ് ദ ഓപ്പറേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെ. നിക്ഷേപങ്ങളും വായ്പ നൽകലും വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. അപ്പോൾ നമുക്കറിയാം 2 ഫങ്ഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കുള്ള, വാണിജ്യ ബാങ്കുകൾക്കുള്ളത്. ഒന്ന് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഒന്ന് വായ്പ നൽകുക, ലോൺ കൊടുക്കുക. 2-3 പൈസ ഉണ്ടാവും. അതെ, ഇത് എങ്ങനെയാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഓപ്പറേഷൻ ആയിട്ട് മാറുന്നത്, അതായത് അവരെങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്, ഇതാണ് സംഭവം. ലാഭം ഉണ്ടാക്കുന്നത് വേറൊന്നല്ല, ഡെപ്പോസിഷൻ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ കുറച്ച് ഡെപ്പോസിറ്റ്, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും, ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ. അത് ഇപ്പൊ STK സാർ വന്നിട്ട് പറഞ്ഞു ഒരു 50,000 രൂപ എന്ത് വേണം, എനിക്ക് ലോൺ വേണം എന്ന് പറഞ്ഞാൽ പലിശ തരാന്ന് പറയണം. അപ്പൊ STKക്കാർക്കായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടാവുക, പലിശ കൂടുതൽ ഉണ്ടാവുക. എനിക്ക് എന്ത് ചെയ്യും, പലിശ കുറവായിരിക്കും, തിരിച്ചിടുന്ന പലിശ കുറവായിരിക്കും, കൊടുക്കേണ്ട പൈസ കൂടുതൽ. അതാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. അതിനാണ് സ്പ്രെഡ് മണി എന്നൊക്കെ പറയട്ടോ, ഈ വ്യത്യാസത്തെ. വിച്ച് മൂവ്മെന്റ് വാസ് ഫോംഡ് അഗൈൻസ്റ്റ് സർദാർ സരോവർ പ്രോജക്ട് ഓഫ് നർമ്മദ റിവർ. കിട്ടിയോ? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയണം, അതിന്റെ സവിശേഷതകൾ അല്ലേ. നർമ്മദ നദിയിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ നടന്ന ഒരു സമരം ഉണ്ട്, നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെ, മേധാ പട്കർ നടത്തിയിട്ടുള്ള ആ സമരം. ആ സമരത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയണതാണ്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ബുക്കിൽ നമ്മൾ 9ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. 8ാമത്തെ ചാപ്റ്ററിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ പറയുമ്പോൾ ചിപ്കോ, നിർമ്മദ, സൈലന്റ് വാലി പറയുമ്പോൾ നർമ്മദയെ പറയുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യാൻ മതി, മതി. അടുത്ത് നോക്കി, ഇവാലുവേറ്റ് ഹൗ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ബിക്കം എ ചലഞ്ച് ടു ദ യൂണിറ്റി ഓഫ് ദ നേഷൻ. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് എങ്ങനെയാണ് വെല്ലുവിളിയാവുന്നത്? 2 വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എഴുതാൻ പറ്റും, ജമ്മു കാശ്മീർ മൂവ്മെന്റ്, ഖാലിസ്ഥാൻ മൂവ്മെന്റ്. ഈ വിഘടനവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യമായിട്ട് മാറാൻ ആവശ്യപ്പെടുന്ന സമരങ്ങളാണ്, ഭീകരവാദ സമരങ്ങളൊക്കെയാണ്. നമ്മുടെ രാജ്യത്തിന് ത്രെട്ടാണ് അത് അല്ലെ, ഭീഷണിയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി, സുരക്ഷയൊക്കെ ബാധിക്കും. കാരണം ആയുധങ്ങൾ എടുത്തുള്ള പോരാട്ടം വരും, നമ്മുടെ നാട്ടിലുള്ള ഐക്യം നഷ്ടപ്പെടും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി were able to put the British government into a crisis during the Second World War. Substantiate അല്ലേ. 2ാം ലോക യുദ്ധകാലത്ത് സുഭാഷ് ചന്ദ്രബോസിനും ഇന്ത്യൻ നാഷണൽ ആർമിക്കും ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രതിസന്ധിയിലേക്കാൻ കഴിഞ്ഞു സമർത്ഥിക്കുവാൻ. കഴിഞ്ഞിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണ്ട, ജസ്റ്റ് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നാണ് ഹെഡിങ് എഴുതുക. എന്നിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ചരിത്രം എഴുതുക. കോൺഗ്രസ് നിന്ന് വിട്ടു, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കി, ഇന്ത്യൻ നാഷണൽ ആർമിന്റെ തലവനായി, അങ്ങനെ നോർത്ത് ഈസ്റ്റ് ബോർഡർ അല്ലേ, വടക്ക് കിഴക്കൻ മേഖലയുടെ മാർച്ച് നടത്തി ജപ്പാൻ ആർമിയുടെ സഹായത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രമാത്രം. വേറെ ഒന്നും അവിടെ എന്ത് ചെയ്യണ്ട. ചില മക്കൾ പറയുന്ന ഒരു പ്രശ്നം, ഈ ഉത്തരം എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. ഇതെങ്ങനെയാണ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതാം, ജനറൽ ആൻസർ എഴുതും, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് കണ്ട എഴുതിയ വിടുക, അത്രേ ഉള്ളൂ. ഇവിടെ സാറേ ഇതെന്താണെന്ന് അറിയോ, നമ്മൾ ഇൻഫ്ലേഷൻ അല്ല, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിപ്പോ റേറ്റും റിവേഴ്സ് റേറ്റും. അതെന്താണെന്നുള്ള ചോദിച്ചാൽ എക്സ്പ്ലെയിൻ, അതിന്റെ ഇതെന്താണ്, അതായത് റോൾ എന്താണ്, റെപ്പോ റേറ്റിന് റിവേഴ്സ് റെപ്പോ നേരം, പിന്നെ ഈ കൺട്രോളിങ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പൊക്കെ നിയന്ത്രിക്കുക, ഇത് രണ്ടിന്റെ ഇതെന്താണ്, ഇത് ചെയ്യുക നമ്മുടെ റിസർവ് ബാങ്ക് ആണ്, RBI ആണ് ചെയ്യുക. RBI എന്ത് ചെയ്യുന്ന എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലേഷൻ നടക്കുന്ന സമയം ഇതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം എക്കണോമിക്ക്. അപ്പോൾ എന്ത് ചെയ്യും, RBI ഒന്നെങ്കിൽ റിവേഴ്സ് റിപ്പോ നിരക്കും അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ത് ചെയ്യും, അങ്ങ് കൂട്ടും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ RBI ബാങ്കുകൾക്ക് എന്ത് ചെയ്യും, ഈ ലോണുകൾ കൊടുക്കും. അപ്പോൾ അതായത് ബാങ്കുകൾക്ക് എന്ത് ചെയ്യണം, അത് അടുത്ത ആൾക്ക് ലോണായിട്ട് കൊടുക്കണം, അതായത് നാട്ടുകാർക്കൊക്കെ ലോണായിട്ട്, സൊസൈറ്റിക്ക് ലോണായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറേ പൈസ കൊടുക്കുന്നുണ്ടാവും.
അതിന്റെ പലിശ നിരക്ക് കൂട്ടും. അതാണ് റിപ്പോ നിരക്ക് കൂട്ടുക എന്നൊക്കെ പറയുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുമ്പോൾ ബാങ്കുകൾ RBI കുറെ പൈസ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, അതിന്റെ പലിശയും കൂട്ടും. അപ്പൊ എന്ത് ചെയ്യും, ബാങ്കുകളൊക്കെ കൂടുതൽ പൈസ കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിക്കും, അധികം പുറത്തേക്ക് വിടൂല. നമ്മളൊക്കെ പോയി ലോൺ ചോദിച്ചാൽ അന്നേരം തരൂല, അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അധികം എന്ത് ചെയ്യില്ല, എക്കണോമിയിലേക്ക് പൈസ ഇറങ്ങില്ല. അപ്പൊ അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ആ സാധനം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു സാറേ? 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇത് ആൻസർ ഇവിടെ ഉണ്ട്. മക്കളെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 6x4 അല്ലെ, 6 മാർക്ക്, 4 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. 24 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 or more സെന്റൻസ് എഴുതാൻ പറഞ്ഞത്. 4 പോയിന്റോ 5 പോയിന്റ് എഴുതിയാൽ മാർക്ക് കിട്ടും. അല്ല 4 മാർക്കാണ് ഒരു പേജ് മുഴുവൻ നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 പോയിന്റ് എഴുതി വെച്ചാലും മാർക്ക് കിട്ടൂല. How did the structure of the French parliament called Estates General lead to the tennis court oath? Explain. അതായത് ഫ്രഞ്ച് പാർലമെന്റ് ആയ എസ്റ്റേറ്റ് ജനറലിന്റെ ഘടന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞക്ക് വഴിയൊരുക്കിയത് എങ്ങനെയാണ് അല്ലേ? നമുക്ക് അറിയാൻ പറ്റും, ഫ്രഞ്ചിലാണ് ആദ്യം എന്തൊക്കെയുള്ളത്, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാണ് ലൂയി 60 ടാക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അവിടെ ഇലക്ഷൻ വരികയാണ്. കാരണം ടാക്സ് കൂട്ടണം എന്നുള്ളത് 1, 2 എസ്റ്റേറ്റ് പറയുമ്പോൾ 3rd എസ്റ്റേറ്റ് അത് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ എസ്റ്റേറ്റിന്റെ ഘടന പറയുമ്പോൾ അവിടെ മൊത്തം അംഗങ്ങൾ എണ്ണം കൂടുമ്പോൾ 3rd എസ്റ്റേറ്റിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പൊ വോട്ടിംഗ് പറ്റൂല, ഒരാൾക്ക് മാത്രമേ വോട്ടിംഗ് പറ്റുള്ളൂ, എല്ലാവർക്കും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ 3ാമത്തെ സ്റ്റേറ്റുകാർ എന്ത് ചെയ്യുന്നു, ദേ ക്യൂറ്റഡ് ദ എസ്റ്റേറ്റ് ജനറൽ ആൻഡ് ദേ ഹെൽഡ് ഓർ മെറ്റ് അറ്റ് ടെന്നീസ് കോർട്ട് അല്ലേ. എസ്റ്റേറ്റ് ജനറൽ വിടുന്നു, നേരെ ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടുന്നു, അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കഥങ്ങൾക്ക് അതേപോലെ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഇനി ഫ്രാൻസ് എന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരുന്ന എന്താ, 2ാമത്തെ ചാപ്റ്ററിന്. Why did 3rd estate in France opposed the rule of the Bourbon kings while the 1st and 2nd estate supported them? അല്ലേ, 1ഉം 2 എസ്റ്റേറ്റുകാർ ബൂർബൻ രാജവംശത്തെ സപ്പോർട്ട് ചെയ്തപ്പോ ഫ്രാൻസിലെ 3ാം എസ്റ്റേറ്റുകാർ എന്തുകൊണ്ടാണ് ബൂർബൻ രാജവംശത്തെ എതിർത്തത്? 1, 2 സപ്പോർട്ട് ചെയ്തു, 3ാമത്തെ എന്ത് എതിർത്ത്? സ്വഭാവം കൊണ്ടല്ല. എന്താ 3ാമത്തെ സ്റ്റേറ്റുകാരെ പ്രത്യേകതകൾ എന്താ, അതേപോലെ എഴുതിച്ചാൽ മതി. 3ാമത്തെ സ്റ്റേറ്റുകാർക്ക് ലോ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലേ, they gave the tax to the Bourbon dynasty or nobles അല്ലേ, അങ്ങനത്തെ എഴുതാൻ പറ്റും അല്ലേ. ആ കാര്യങ്ങൾ, അതായത് 3ാമത്തെ ടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താണോ അതവിടെ ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, എന്റെ മക്കള് കൊടുത്താൽ മതി. കിട്ടിയോ? യെസ്. ഇനി ഐഡന്റിഫൈ ദ ഗിവൺ Identify the given geo information and mark them on the outline map of the world provide. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാപ്പ്, ഇവിടെ മാപ്പ് കൊടുത്തിട്ടില്ല പക്ഷെ മാപ്പ് പ്രൊവൈഡ് ചെയ്യും. ആ മാപ്പ് പ്രൊവൈഡ് ചെയ്ത പോലെ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം. നമ്മുടെ 2ാം ചാപ്റ്ററിൽ വരുന്ന 2ാം ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാപ്പിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് തന്നെ ചോദിച്ചിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏതാണ്? താർ ഡെസേർട്ട്. നമുക്കറിയാം താർ ഡെസേർട്ട്. 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് താർ ഡെസേർട്ട്. അപ്പൊ അത് ഇനി എന്താ, ദ ക്ലൈമാറ്റ് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ് 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശം ചെയ്യുന്ന കാലാവസ്ഥ മേഖല ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 55 ഡിഗ്രി 70 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ കുറെ മേലെയാ അല്ലെ. അപ്പൊ കുറെ മേലെ അന്നേരം ഏതായിരിക്കും ആൻസർ വരിക, നമ്മുടെ ടൈഗ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ടൈഗേന്റെ മേലെയാണ് കേട്ടോ ടണ്ട്ര വരുന്നത്. ടണ്ട്ര അതിന്റെ മേലെയാണ്, പക്ഷെ ഒരു ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ടൈഗ വരുന്നു. ഇനി എന്താ, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക ഏതാണ്? സാവന്നയാണ് വരിക. ഇനി എന്താ, ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ഒരു ഹോട്ട് ഡെസേർട്ട്, അതായത് തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉഷ്ണ മരുഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ അറ്റകാമിയാണ് എഴുതേണ്ടത്. മക്കൾ എന്ത് ചെയ്യണം അറിയോ, മാപ്പിൽ അത് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ലെങ്കിലും ഏകദേശം ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഇട്ടാ മതി. അതിന്റെ കുട്ടിയൊക്കെ എന്ത് കിട്ടും, മാർക്ക് കിട്ടും. കിട്ടിയോ സാറേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഉഷാറാക്കിയിട്ട് write the equation to find physical quality life index. Explain what each of indicate in the equation denote. അല്ലെ, ഭൗതിക ഗുണനിലവാര സൂചിക നമ്മളെ ഡേവിഡ് മോറിസിന് ഓർമ്മയല്ലേ, അയാൾ കൊണ്ടുവന്നതിന്റെ സമവാക്യം എഴുതുക. സമവാക്യം നൽകുന്ന ഓരോ സൂചകങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അതിന്റെ സമവാക്യം. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. സമവാക്യം അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇത് 3ഉം എന്താണ്, ഒന്ന് ബേസിക് ലിറ്ററസി ഇൻഡെക്സ് ഇതാണ്, ഒന്ന് സാക്ഷരതയാണ്, മറ്റേന്താണ് മോർട്ടാലിറ്റിയാണ്, അതായത് എത്ര വർഷം നമ്മൾ ജീവിക്കുന്നുള്ള മോർട്ടാലിറ്റി ഇൻഡെക്സ്. പിന്നെ എന്താണ്, ലൈഫ് എക്സ്പെക്ടൻസി. അല്ല, മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ശിശുമരണ നിരക്കാണ്. അതായത് കുട്ടികൾ, അതായത് 1000 കുട്ടികളിൽ എത്ര കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകും എന്നുള്ളതിന്റെ എണ്ണമാണ്. അപ്പൊ അതും പ്ലസ് എന്നും കൂട്ടുക നമ്മളെ ലൈഫ് എക്സ്പെക്ടൻസി, നമ്മൾ എത്ര കാലം ആയുർദൈർഘ്യം, അതും കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശരാശരി കാണുന്നുണ്ട്, വേറെ ഒന്നുമില്ല, ശരാശരി കാണാം. അതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി എന്താ, സബ് ക്വസ്റ്റ്യൻ ഉണ്ട്.
explain the invention that led to various industrial revolution and their characteristics. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ സമയത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഓരോ സ്റ്റേജുകൾ നമ്മളവിടെ ചിത്രം വെച്ച് പഠിക്കുന്നുണ്ട്. അത് അവിടെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്തൊക്കെ ഡെവലപ്മെന്റാ വന്നു. ഒന്നിൽ മെഷീൻസ് വന്നു, ആദ്യം ഈ പറയുന്ന കുറെ സാധനങ്ങൾ വന്നു, അത് AI സാധനങ്ങളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം പഠിക്കുന്നുണ്ട്. അത് അവിടെ സാറല്ലേ. How do the discussion within the family help in nurturing ആണ് ഡെവലപ്പ് ചെയ്യുക എന്ത് ഡെമോക്രാറ്റിക് values among children and shaping their opinion on social issues. അല്ലെ, കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്നതിനും സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സഹായമാകുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കുടുംബത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കുട്ടികൾ വിക്ടിമാണ്, ആ കുട്ടികൾ സാക്ഷിയാണ്, അല്ലെങ്കിൽ കുട്ടി പാർട്ടിസിപ്പന്റ് ആണ്, പങ്കെടുക്കും. അപ്പൊ അതിലുള്ള ചർച്ചകളിലൂടെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അറിവ് കിട്ടും. ആ അറിവിലൂടെ ഒരു കുട്ടിക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റും. സമൂഹത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ കാര്യത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടും. അഞ്ചാമത്തെ ചാപ്റ്റർ പബ്ലിക് ഒപ്പീനിയൻ ഇല്ല, അതിനുള്ള ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്, കിട്ടിക്കോളി. അടുത്ത നോക്കിക്കോളി. ഏർലി ഗവൺമെന്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫോളോഡ് എൻ എക്കണോമിക് പോളിസി സ്ട്രെങ്തനിങ് പബ്ലിക് സെക്ടർ. അല്ലെ, സബ്സ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യകാല സർക്കാരുകൾ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് നയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണ സഹിതം എന്ത് ചെയ്യണം, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ നാഷണലൈസേഷൻ തന്നെ ഇല്ലേ, ബാങ്കുകളുടെ അതിന്റെ ഉദാഹരണമാണ്. എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ആദ്യം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഏരിയയുള്ള പബ്ലിക് സെക്ടേഴ്സിനെ കുറെ അധികം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് നമ്മളെ ഒരു മിക്സഡ് എക്കണോമിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അതായത് മുതലാളിമാർക്ക് മാത്രം ഒരുപാട് കാര്യങ്ങൾ കൊടുത്ത് നമ്മുടെ രാജ്യം വികസിക്കൂല എന്നുള്ള പബ്ലിക് സെക്ടറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ള കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ എഴുതിയേക്കേണ്ട ഫോമിംഗ് പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ കണ്ടെടുത്തിട്ടുള്ള മറ്റേ ആസൂത്രണ കമ്മീഷൻ, ആസൂത്രണത്തിന്റെ ആവിർഭാവമൊക്കെ ഇവിടെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ആസൂത്രണം എങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്, പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ള അവിടെ എഴുതണം. അതേപോലെ തന്നെ മിക്സഡ് ഇക്കോണമിക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. അതേപോലെ 5 year പ്ലാൻ കൊണ്ടുവന്നു പറയാം. 5 പഞ്ചവത്സര പദ്ധതി. അപ്പൊ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളുടെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ അതൊക്കെ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, മക്കള് അത് എഴുതി പോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളി. എന്താണ്, ഭൂകമ്പങ്ങളെ കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാട്ടോ, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. Earthquakes are sudden movement while plate movement or slow movement. Explain how they are interrelated. അതായത് earthquake എന്താണ്, ഒരു സഡൻ മൂവ്മെന്റ് ആണ്. പക്ഷെ പ്ലേറ്റ് മൂവ്മെന്റ് എന്താണ്, അതായത് ഫലക ചലനങ്ങൾ ഒരു സാവധാനം നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. പക്ഷെ ഈ പ്ലേറ്റ് മൂവ്മെന്റ്സ് കാരണമാണ്, അല്ലെങ്കിൽ ഫലക ചലനം കാരണമാണ്, ഒരു കാരണമാണ് എന്ത്, ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ഒരു സാവധാനമുള്ള ചലനം അല്ലെ, ഒരു സ്ലോ മൂവ്മെന്റ് എന്തിന് കാരണമാകുന്നുണ്ട്, ഒരു സഡൻ ചേഞ്ച്. അത് കാണണം. അത് നിങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി എന്താ, എക്സോജനിക് മൂവ്മെന്റ് ആണ്. എൻഡോജനിക് മൂവ്മെന്റും എക്സോജനിക് മൂവ്മെന്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ, പല കാരണങ്ങളുണ്ട്. അന്തർജന്യ ചലനങ്ങളുണ്ട്, ബാഹ്യജന്യ ചലനങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഭൂമിയുടെ അകത്ത് പലതരത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട്. അത് പഠിച്ചാണ് നമ്മൾ. അതെ, ബാഹ്യം എന്ന് പറഞ്ഞാൽ കാറ്റ്, അതുപോലെ തന്നെ ഹിമാനികൾ, ഗ്ലേഷ്യേഴ്സ്, അതൊക്കെ വെള്ളം ഒഴുകുന്നത്, മരം കാറ്റത്താടുന്നത്, ഇളം കാറ്റിലാടുന്ന തേങ്ങാക്കുലകള്, അതൊക്കെ അന്തർജന്യ ചലനങ്ങളാണ്. അല്ല, ബാഹ്യ ചലനങ്ങളാണ്. അന്തർ എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ അടിയിൽ നടക്കുന്ന കുറെ ഫ്ലോയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അടുത്ത നോക്കി. എക്സ്പ്ലെയിൻ ഹൗ ദ ക്യൂറ്റിനിയ മൂവ്മെന്റ്. 5 മാർക്കിന് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യൂറ്റിനിയ മൂവ്മെന്റ് become a mass movement even after the imprisonment of main leaders including മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ജയിലിലായിട്ടും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒരു ബഹുജന സമരമായി മാറിയത് എങ്ങനെ? അപ്പൊ ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ട് പറയാ, ഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തു. ഞാൻ ജയറാം, ആസിഫ് അലി, സുജാത എന്നൊക്കെ പറഞ്ഞു കൊടുത്തീനി. ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി, റാം മനോഹർ ലോഹിയ അല്ലെ, അതേപോലെ തന്നെ സുജാത കൃപലാനി തുടങ്ങിയ നേതാക്കന്മാർക്ക് നേതൃത്വം കൊടുത്തു. തീച്ചുളയിലായ സമരമായിരുന്നു, ഡു ഓർ ഡൈ ആയിരുന്നു നടത്തിയിരുന്നത് അല്ലേ. അങ്ങനെ അവസാനത്തിൽ നമുക്ക് എന്ത് കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി. അത്രയുള്ള അവിടെ പറയാനുള്ളത്. ഞാൻ അടുത്ത് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ വന്നത് എവിടെ നിന്ന് അറിയോ? 1ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയിൽ. വെദർ റിനൈസൻസ് ഈസ് ദ റിവൈവൽ ഓഫ് ദ റിവൈവൽ. ഒറ്റ മിനിറ്റ്. while whether renaissance is the revival of the ancient period or the negation of the medieval period, state your argument by analyzing the background of the renaissance. അല്ലേ, അത്ര മാത്രമേ. റിനൈസൻസ് ഉണ്ടല്ലോ, എന്തോ നവോത്ഥാനം എന്നത് പ്രാചീന കാലത്തിന്റെ പുനരുദ്ധാരണമായിരുന്നോ അതോ മധ്യകാലത്തിന്റെ നിഷേധമായിരുന്നോ? നവോത്ഥാനത്തിന്റെ പശ്ചാത്തലം വിശകലനം ചെയ്ത് നിങ്ങളുടെ വാദഗതികൾ. ഒറ്റൊന്നുള്ളൂ, മിഡീവൽ പീരീഡിനെ ഡിനൈഡ് ചെയ്തിരിക്കുകയാണ്.
മാറിയിരിക്കുകയാണ്. മധ്യകാലഘട്ടത്തിലെ പല ദൂഷ്യചിന്തകൾ ഇല്ലാതാക്കിയിട്ട് ഒരു മോഡേൺ കാലഘട്ടത്തിലേക്ക് ആളുകൾ മാറിയതാണ് നവോത്ഥാനം. അപ്പൊ നിങ്ങൾ നവോത്ഥാനത്തെ കുറിച്ച് എന്ത് ചെയ്യുക? നവോത്ഥാന കാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിൽ എന്താ ഉണ്ടായിരുന്നത്? ഫ്യൂഡലിസാണ്. നവോത്ഥാനത്തിലെത്തിയപ്പോൾ ഹ്യൂമാനിസം, മാനവികതക്ക് പ്രാധാന്യം കൊടുത്തു, മനുഷ്യന് പ്രാധാന്യം കൊടുത്തു. മിഡീവൽ പീരീഡിൽ ഫ്യൂഡലിസ്റ്റുകൾ ഗോഡ്, ഡിവൈൻ, ഏഞ്ചൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പൊ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? അതേപോലെ തന്നെ എഴുതിയാൽ മതി. സാറേ ഉരുളൊക്കെ ഒന്ന് പൊട്ടാൻ 31ാമത്തെ നമ്മുടെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള കേട്ടോ. ഉരുൾപൊട്ടം ഏത് തരം എക്സോജനിക് മൂവ്മെന്റ് ആണ്? ബാഹ്യജന്യ പ്രക്രിയയാണ്. ഏത് തരം? നമ്മുടെ മാസ് വേസ്റ്റിങ്ങിന്റെ ഭാഗത്ത് വരുന്നതാണ് ഭൂദ്രവ്യ ശോഷണം. അതാണ് ഭൂകമ്പം എന്ന് പറയുന്നത് എന്താണ്? സഡൻ മൂവ്മെന്റ് ആയിട്ട് വരുന്ന കാര്യം. അത് പുറത്ത് കാണുന്ന തരത്തിലുള്ള ഒരു സാധനമാണ്. കാണാൻ കഴിയൂലല്ലോ. ഇല്ലല്ലേ? അതാണ്. യെസ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ മാസ് വേസ്റ്റിംഗ്, ഭൂദ്രവ്യ ശോഷണം വരെ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് എന്താന്നുള്ള എഴുതാം. അത് ഗ്രാവിറ്റിന്റെ ഫലമാണ്, ഗുരുത്വാകർഷണ ഫലമാണെന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എഴുതി ഉരുൾപൊട്ടലിന്റെ ആഘാതം കുറക്കാൻ എന്ത് പറ്റും? ഇനി അതേ സമയത്ത് ഇവിടെ കേരളത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ പല മലയോര പ്രദേശങ്ങൾ ഉരുൾപൊട്ട സാധ്യതാ പ്രദേശങ്ങളാണെന്ന അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വയനാട്ടിലടക്കം ഉരുൾപൊട്ടിയിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുൻകൂട്ടി ഇതൊന്നും അറിയാൻ പറ്റില്ല. അതൊരു പ്രശ്നം. ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ അത് താമസം ഒഴിവാക്കാം. നമ്മളെപ്പോഴും ജാഗ്രത കാണിക്കുക അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് എഴുതിയേക്കാം. അതേപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വീടുണ്ടാക്കാൻ അതും പ്രധാനമായിട്ട് നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള കോറിങ് അതൊക്കെ നടത്താൻ 2ാം ക്ലാസ്സിൽ പരിസര പഠനത്തിൽ മരം മുറിക്കരുത്, അതല്ല, അതൊക്കെ എഴുതി വെക്കുക. അതായത് കോറിങ്, അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള കോറിങ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. ദൈനിക താപാന്തരം എന്നാൽ എന്ത് അറിയാലോ? അതായത് ഡൈനോർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൈനോയുടെ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും, ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറും ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറും ഉള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിനെയാണ് നമ്മൾ ഡൈനോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നിൽ നിന്ന് ഒരു കൂടിയ നിന്ന് കുറച്ചാൽ എന്ത് കിട്ടും? ഡൈനോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടും. 32 17 കുറച്ചാൽ മതി. ഇനി അതേ സമയത്ത് ഇവിടെ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അതായത് തിരുവനന്തപുരാണോ കാൺപൂരാണോ ഏറ്റവും കൂടുതൽ ഇത് ലോ ആയിട്ട് തന്നിട്ടുള്ളത്? അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ക് സഹിതം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ആദ്യം നിങ്ങൾ അതിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ബൈ 2 ആണ്. അത് ശരാശരിയാണ് സത്യത്തിൽ. 17/2 അതാണ് വരിക. അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരിയാണ്, ആവറേജ് ആണ്. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ അത് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. കാൺപൂർ അങ്ങനെയല്ല. അപ്പൊ സമുദ്രത്തിന്റെ സീന്റെ അറിയാലോ, സമുദ്രത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. സീന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ കാലാവസ്ഥയിൽ ഒരു ബാലൻസ് ഉണ്ടാവും. അവിടെ എന്തായിരിക്കും? ചൂട് ഒരു മിത അവസ്ഥയിലാണ് ഉണ്ടാവും, ബാലൻസ്ഡ് ആയിട്ടാണ്. ബീഹാറിൽ അങ്ങനെ കടലിന്റെ സമീപം അല്ലല്ലോ, അതാണ് സംഭവം. അപ്പൊ ദൈനിക താപാന്തരം നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? തിരുവനന്തപുരത്ത് ദൈനിക താപാന്തരം എന്ന് പറയുന്നത് സമുദ്ര സമീപം, ഈ കാൺപൂരിൽ സമുദ്ര സമീപം ഇല്ലാത്തതിന് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ദൈനിക താപാന്തരം കൂടുതലായിരിക്കും, ഡിഫറൻസ് കൂടുതലുണ്ട്. അതായത് കൂടുതൽ ചൂടും കുറഞ്ഞ തണുപ്പും, ഏറ്റവും കുറഞ്ഞ തണുപ്പും. തിരുവനന്തപുരത്ത് ചൂടും തണുപ്പൊക്കെ എപ്പോഴും ബാലൻസ് ചെയ്യാൻ പറ്റും. കാൺപൂർ പോയാൽ കാണാൻ കഴിയൂല, അത്ര തന്നെ സംഭവം. അപ്പൊ കഴിഞ്ഞു, സെറ്റ്. ബൈ ബൈ.